ഇപ്പോഴത്തെ കണക്ക് വെച്ച് ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം തെളിയിച്ച് ഭരണം പിടിക്കാൻ കഴിയുമോ? കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സുവെച്ചാൽ കഴിയും എന്നൊരു ഉത്തരം കൂടിയുണ്ട്. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്. BJP ഇത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ആ മട്ടിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോഴും നരേന്ദ്രമോദിയെ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് പറഞ്ഞുവിടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും. അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. നിലവിൽ NDAക്ക് 290 സീറ്റുകളിലാണ്. അത് ചിലപ്പോൾ 4-5 പ്ലസ് ഓർ മൈനസ് വ്യത്യാസം വന്നേക്കാം. BJPക്ക് 240 സീറ്റുകൾ മാത്രമാണുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 235. അവിടെയും ഒരു പ്ലസ് ഓർ മൈനസ് 5ൻ്റെ വ്യത്യാസം ഇനി വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ 18. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇപ്പോഴത്തെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ 290, 235, 18 എന്നുള്ളതാണ്. 272 മാന്ത്രിക സംഖ്യ. ഈ 272ലേക്ക് ഇന്ത്യ മുന്നണിക്ക് എത്തണമെങ്കിൽ ഇനി വേണ്ടത് 37 സീറ്റുകൾ കൂടിയാണ്. 235 പ്ലസ് 37 എങ്ങനെയുണ്ടെങ്കിൽ 272-ലെത്താൻ ഇന്ത്യ മുന്നണി കഴിയും. എവിടെ നിന്നെല്ലാം ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ അടർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം NDA മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ. NDA മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി JDU ആണ്. JDUവിന് 12 സീറ്റുകളുണ്ട്. JDUവിൻ്റെ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. പലതവണ ഈ മുന്നണിയിൽ നിന്ന് ആ മുന്നണിയിലേക്കും അങ്ങനെ ആയാറാം ഗയ്യാറാം ചാടി കളിച്ചിട്ടുള്ള ആളാണ്. ഏതെങ്കിലും തരത്തിൽ ധാർമ്മികമായ ബാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ചാടാനുള്ള സാധ്യത കുറവോ ഒന്നും ഉള്ളയാളല്ല. എവിടെയാണ് നേട്ടം എന്ന് കണ്ടാൽ ആ തരത്തിലേക്ക് ചാടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബീഹാറിൽ ഭരണവും നഷ്ടപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ കോൺഗ്രസ് RJDയും എല്ലാം ചേർന്ന് വീണ്ടും ഭരണത്തിലെത്താനുള്ള സാധ്യത അടക്കം JDUവിൻ്റെ മുന്നിലുണ്ട്. അത്തരത്തിലേക്ക് ഒരു പരിശ്രമം നടത്തിയാൽ JDUവിൻ്റെ 12 സീറ്റുകളുണ്ട്. മറ്റൊന്ന് 16 സീറ്റുകളുള്ള TDP ആണ്. TDP നിലവിൽ BJPയുമായി സഖ്യത്തിലാണ്. ആ സഖ്യത്തിൽ 16 സീറ്റുകൾ ആന്ധ്രാപ്രദേശിൽ നേടിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ഭരണവും ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെ നേടാനുള്ള കരുത്തിലേക്ക് അവിടെ TDP ഉണ്ട്. അല്ലെങ്കിൽ മറുപക്ഷത്തു നിന്നുള്ള സഹായം കൂടി ലഭിച്ചാൽ TDPക്ക് എത്തിക്കാൻ കഴിയും. ഇനി TDP വരുന്നില്ലെങ്കിൽ TDPക്ക് സ്വാഭാവികമായും അവിടെ YSRCP ഉണ്ട്. YSRCP ഈ NDAയുടെ ഭാഗമല്ല, പുറത്ത് നിൽക്കുന്ന YSRCP അകത്തെടുക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ചന്ദ്രബാബു നായിഡുവും ഇളകാൻ സാധ്യതയുണ്ട്. ചന്ദ്രബാബു നായിഡുവും ഇതുപോലെ പലതവണ മൂന്നാം മുന്നണിയുടെ നേതാവായി നിൽക്കുകയും മറിച്ച് NDAയിലേക്ക് പോവുകയും ഇപ്പോഴത്തെ മറിച്ച് മറ്റൊരു മുന്നണിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ ചാട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ ഇതുവരെയുള്ള ധാർമ്മിക ബുദ്ധിമുട്ട് ഒന്നും ഉള്ളയാളല്ല TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു. കേന്ദ്രത്തിൽ ഭരണം കിട്ടാൻ പോകുന്നു. പ്രധാന സ്ഥാനം BJPയുടെ കൂടെ നിൽക്കുന്നത് പോലെയല്ല. ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കുറേ കൂടി പ്രാധാന്യം ലഭിക്കാനും അദ്ദേഹത്തിന് വിലപേശി സ്ഥാനങ്ങൾ നേടാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയാൽ വേണമെങ്കിൽ TDPയെ എത്തിക്കാം. മറ്റൊന്ന് ശിവസേനയാണ്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമല്ല, ശിവസേന വിഘടിച്ചു പോയ ഏക്നാഥ് ഷിൻഡെ വിഭാഗം. അവർക്കാണ് 7 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ലഭിച്ചത്. ശിവസേനയ്ക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ശിവസേനയെ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, ശിവസേനയിലേക്ക് തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഉദ്ധവ് താക്കറെ വിഭാഗവുമായി ചേരാൻ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ 7 MP-മാരുണ്ട്. അതോടൊപ്പം തന്നെ NCPക്ക്, അവിടുത്തെ അജിത് പവാർ വിഭാഗം NCPക്ക് 1 സീറ്റ് മാത്രമാണുള്ളത്. മറ്റൊന്ന് JDS ആണ്. JDSൻ്റെ ദേവഗൗഡയുടെ JDSനും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇവരെല്ലാം ത്തിൻ്റെ ചരിത്രത്തിൽ ഈ പറഞ്ഞ പാർട്ടികളെല്ലാം തന്നെ നിരവധി തവണ മുന്നണികൾ മാറി മാറി ചാടി കളിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, അധികാരം നഷ്ടപ്പെടരുത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ മാറി കളിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുള്ളവരല്ല ഈ പറഞ്ഞ പാർട്ടികളിൽ ഒന്നും തന്നെ. മറ്റൊന്ന് പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയാണ്. അവർക്കും 2 സീറ്റുകളുണ്ട്. അങ്ങനെ ആകെ മറ്റൊന്ന് LJP ആണ്. LJP ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടി, പസ്വാൻ്റെ മകൻ്റെ പാർട്ടി വരുന്നു. ആ പാർട്ടിക്ക് 5 സീറ്റുകളുണ്ട്. ഇങ്ങനെ NDAയിലെ ഘടകകക്ഷികളായി നിൽക്കുന്നതിൽ 45 സീറ്റുകളാണ് ഈ പാർട്ടികൾക്കെല്ലാം ചേർന്നാൽ ഉണ്ടാവുന്നത്. ഈ 45 സീറ്റുകൾ NDAയുടെ 290-ൽ നിന്ന് ഈ 45 കുറഞ്ഞാൽ 245 ഈ നിലവിലത്തെ NDAയുടെ ഭൂരിപക്ഷം കുറയും. അത് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 235 പ്ലസ് 45 280 മാറും. 280 കഴിഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ആധികാരികമായി തന്നെ ഭരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും. ഇനി ഇതിൽ എല്ലാ പാർട്ടികളെയും കിട്ടുന്നില്ല എന്ന് കരുതുക. ഈ ചില പാർട്ടികൾ എല്ലാവരും ചൂണ്ടയെറിഞ്ഞാൽ എല്ലാവരും ചൂണ്ടയിൽ കൊത്തണമെന്നില്ല. ചില പാർട്ടികളെ കിട്ടുന്നു എന്ന് മാത്രം കരുതുക. ഇതിൽ പകുതി പാർട്ടികളെ മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് 30 പേരെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 25 പേരെ കിട്ടുന്നുള്ളൂ എന്ന് കരുതുക. എന്നാലും ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ പിന്നെയും വഴികളുണ്ട്. 18 പേരുണ്ട് അതേഴ്സായി പുറത്തു നിൽപ്പുണ്ട്.
ഈ അതേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി YSRCP ആണ്. അത് TDP വരുന്നില്ല എങ്കിൽ YSRCP ഉറപ്പായും വരും. YSRCPക്ക് വരുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, BJP TDP സഖ്യം YSRCPയെ പൂർണ്ണമായും ആന്ധ്രാപ്രദേശിൽ നിന്ന് തകർത്തെറിഞ്ഞതാണ്. അവർക്ക് ഇനി ഒരു ഭരണത്തിൽ പങ്കാളികളായി നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര ഭരണത്തിൽ പങ്കാളികളാവണം. അവർ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ YSRCPയും TDPയും കൂടെ ഒരുമിച്ച് വരില്ല. TDP ആണ് കൂടുതൽ അംഗങ്ങളുള്ളത്. TDPയെ കിട്ടലാവും സ്വാഭാവികമായും കൂടുതലുള്ളത്. ഇനി അതല്ല, അവരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ YSRCPയെ പിടിക്കാൻ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഭരണം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ വരുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും നിലവിലില്ല. പണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നവർ തന്നെയാണ്. മറ്റ് കുറേയേറെ ചെറിയ പാർട്ടികളുണ്ട്. സിറോം പീപ്പിൾസ് മൂവ്മെൻ്റ് ഉണ്ട്, ശിരോമണി അകാലിദളുണ്ട്, സിക്കിം ക്രാന്തി മോർച്ചയുണ്ട്. അങ്ങനെ 18ഓളം വരുന്ന ചെറിയ പാർട്ടികളുണ്ട്. ചില സ്വതന്ത്രന്മാരുണ്ട്. ഈ 18 പേരിലൊരു 10 പേരെയൊക്കെ പിടിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പകുതിയെങ്കിലും ആളുകളെ പിടിക്കാൻ കഴിഞ്ഞാൽ, മറ്റെടുത്ത് ലഭിക്കുന്ന ഈ 45-ൽ കുറച്ച് കുറവുണ്ടായിക്കഴിഞ്ഞാൽ, അത് 35 അല്ലെങ്കിൽ 30 ഒക്കെ ആയി കുറഞ്ഞാലും ഈ 10 പേരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആകെ 37 സീറ്റുകൾ മാത്രമാണ് വേണ്ടതെന്ന് ആലോചിക്കണം. ഇവിടെ 10 പേരെ 9 പേരെ കിട്ടിയാൽ അതിനനുസരിച്ച് ഈ സീറ്റുകളുടെ എണ്ണം തികയ്ക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴത്തെ അവസ്ഥ നിന്ന് ഈ NDAയെ ഭരണത്തിൽ നിന്ന് മാറ്റാനും ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്ന ആളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കഴിയും. ഇങ്ങനെ വരുന്ന ഒരു പാർട്ടിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകിയാൽ പോലും ഇന്ത്യ മുന്നണിക്ക് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും. പക്ഷേ ഇത് ചെയ്യാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയണം. അതിന് എത്രത്തോളം കഴിയും എന്നുള്ളത് വളരെ പ്രധാനമാണ്. DK ശിവകുമാറിനെ പോലെ ഒരു നേതാവിനെ കൊണ്ടല്ലാതെ മറ്റാരും അങ്ങനെ ആ തരത്തിൽ തന്ത്രങ്ങളൊന്നും മെനഞ്ഞ്, പണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ നേതാക്കളുണ്ടായിരുന്നു. ഒരു ഒറ്റ രാത്രി കൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെയുള്ള വിശ്വാസ വോട്ട് നേടുന്നതിന് അവിടെ പാർട്ടികളെ മറുകണ്ഠം ചാടിച്ച്, SP അടക്കം മറുകണ്ഠം ചാടിച്ച് കൊണ്ടുവന്ന് വിശ്വാസ വോട്ട് നേടിയ പാരമ്പര്യമൊക്കെ, അല്ലെങ്കിൽ അത്രങ്ങനെ തെളിയിച്ച പാരമ്പര്യമൊക്കെ കോൺഗ്രസ് ഉണ്ട്. പക്ഷേ ആ കോൺഗ്രസ് അല്ല ഇപ്പോഴുള്ളത്. പക്ഷേ ഇപ്പോഴും സാധ്യതയുണ്ട്. BJP അതിലും ഭീകരമായ അവസ്ഥയിൽ ചെയ്തിട്ടുണ്ട്. ഗോവയിലായാലും അതോടൊപ്പം തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അരുണാചലിലൊക്കെ ആയാലും അവർക്ക് 1-2 സീറ്റ് ഉള്ളിടത്തടക്കം കോൺഗ്രസ് ഒന്നാമത്തെ വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുമ്പോഴും ചെറുകിട കക്ഷികളെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ തന്നെ തകർത്തുകൊണ്ട് അവിടേക്ക് അധികാരം പിടിച്ച ചരിത്രമടക്കമുണ്ട്. ഇത്തരമൊരു സാധ്യത എന്തായാലും ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് മുന്നിലുണ്ട്. അവർ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇന്ത്യ മുന്നണിക്ക് ഭരണത്തിൽ ഏറാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്.